കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. യൂട്യൂബ് പ്ലീസ് കുറച്ച് പൈസ തരൂ. ഹലോ മോർണിംഗ്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെയാണ് സാധാരണ എണീക്കുന്നത്. പിന്നെ ഇന്നലെ ഇവിടെ കുറച്ച് രാത്രിയിൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. അതായത് നേരത്തെ ഈ ബെഡ് അങ്ങോട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ നേരത്തെ ഞാൻ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് വേറെ രീതിയിലാക്കി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു വട്ടമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ കിടന്നപ്പോഴത്തേക്ക് ഒരു 1:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ലേറ്റായി. പക്ഷെ അതെല്ലാം കുഴപ്പമില്ല. ഇപ്പം 11:10 അങ്ങനെ നമ്മൾ എണീറ്റിരിക്കുകയാണ് ഗൈസ്. എനിക്ക് എണീക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര മടി. സാരമില്ല, നമുക്കിനി പോയി എണീറ്റ് ചായ ഉണ്ടാക്കി ചായ കുടിച്ച് പല്ല് തേച്ച് ഫേസ് വാഷിട്ട് ഫേസ് കഴുകി ഇന്നത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പല്ല് തേച്ചിട്ട് വരാം. പല്ല് തേച്ച് ഇത് തുറക്കാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ പല്ലൊക്കെ തേച്ചു. പിന്നെ ഞാൻ ഡ്രസ്സൊന്ന് ജസ്റ്റ് ഒന്ന് മാറി. കാരണം ഇപ്പോൾ ഇവിടെ നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് വേർക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സ് തന്നെയൊക്കെ ആയിരിക്കും ചിലപ്പം വീണ്ടും വീണ്ടും ഒക്കെ ഇടാറുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് ഉള്ള വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ വിചാരിക്കും ഇതെന്തെങ്കിലും കുളിക്കലോ ഒരിക്കലും ഒന്നും ഇല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി. പിന്നെ ഇന്ന് എനിക്ക് തുണി അലക്കണം. പിന്നെ വേറെ എന്തായാലും ചെയ്യാനായിട്ടുള്ളത്, ലിഡിൽ പോകണം. പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. അതാണ് ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് എഡിറ്റിങ് പഠിച്ചാലോന്നുണ്ട്. ലൈക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കുറച്ച് എഡിറ്റിംഗ് ഒക്കെ പഠിക്കണം. ബിക്കോസ് എൻ്റെ എഡിറ്റിംഗ് അത്ര പോരാ. പിന്നെ എനിക്കൊരു എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ത്വര വന്നാൽ മാത്രമേ ഞാൻ കുറച്ചെങ്കിലും നന്നായിട്ട് എഡിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ത്വര ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നും കൂടി ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കണം. പിന്നെ ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ പൈസ വേണമല്ലോ. അപ്പോൾ പൈസ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം. ബിക്കോസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടൊന്നും കരുതിയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം എടുക്കുന്നതിൻ്റെ 4/1 പോലും കഷ്ടപ്പാടില്ല. 4/1 കഷ്ടപ്പാട് ഉള്ളൂ യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മുടെ പാർട്ട് ടൈം ആയിട്ട് കൺസിഡർ ചെയ്ത് യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഡെയിലി വ്ളോഗിന് തന്നെ കൊണ്ടുവന്നത്. യൂട്യൂബ് പ്ലീസ് കുറച്ച് പൈസ തരൂ. I want to pay my bills. It's really hard. അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാം. Come on guys, നമുക്ക് നമ്മുടെ ചായ ഉണ്ടാക്കിയിട്ട് വരാം. ഇന്ന് ലിഡിൽ പോകുമ്പോഴത്തേക്കും പാല് മേടിക്കണം, പിന്നെ ചിക്കൻ മേടിക്കണം, പിന്നെന്താ സവോള ഇരിപ്പുണ്ട്, ചെറിയ ബ്രെഡ് മേടിക്കണം. കാരണം കഴിഞ്ഞ 2 തവണയും വലിയ ബ്രെഡ് മേടിച്ചിട്ട് എനിക്ക് ശരിക്കും കഴിക്കാൻ പോലും പറ്റിയില്ല. പിന്നെ ഞാൻ വേറെ സാധനം കഴിക്കാം. ഈ സാധനം ഞാൻ മോറിസണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് ഇത്രയും ടേസ്റ്റ് ഉള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അതായത് ഞാൻ വിചാരിച്ചിരുന്നു ന്യൂട്ടല്ല എന്താ പറയുക, ഞാൻ ഒരു പ്രാവശ്യം പീനട്ട് ബട്ടർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂട്ടല്ലയ്ക്കും പീനട്ട് ബട്ടറിനൊക്കെ ഏകദേശം സെയിം ടേസ്റ്റ് ആയിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഹേസൽനട്ടും ചോക്ലേറ്റും കൂടെ ഉള്ള ഒരു സ്പ്രെഡാണ്. ഇത് മോറിസൻ്റെ ആണ്. എൻ്റെ ദൈവമേ, ഇത് രാത്രി ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിതുവരെ കഴിക്കാത്തത് കൊണ്ടാണോന്ന് അറിയത്തില്ല. എനിക്ക് ആക്ച്വലി ഡയറി മിൽക്ക്, ചോക്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് ഒരുപാട് കഴിക്കാനും പറ്റത്തില്ല, കാരണം എനിക്ക് പെട്ടെന്ന് പല്ലുവേദന എടുക്കും. അപ്പോൾ ഈ സാധനം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സെയിം ആ ഒരു ടേസ്റ്റ് വന്ന്. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന് ഇത് ഇന്നലെ തന്നെ പൊട്ടിച്ച് ഇത് ഇത്രയും
ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് തീർത്തു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇതും കൂടെ കഴിക്കാം. ഇത് ആക്ച്വലി ഞാൻ ബ്രെഡ് ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ മുകളിൽ തേച്ചിട്ട് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ ഇന്നിനിപ്പം മോറിസണല്ല, ലിഡിലിൽ പോയിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നിട്ട് കഴിക്കാം. ഇതിവിടുത്തെ മോറിസണിൽ പോയപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചതാണ്. ഇത് 4 ബോക്സ് ഉണ്ട്. ഇതൊരു കണ്ടെയ്നറാണ്. 1 2 3 4. ഇത് പക്ഷേ വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല. ഇത് 1 പൗണ്ട് എന്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ കണ്ടെയ്നറൊക്കെ ഇല്ലേ, അതായത് നമുക്ക് എപ്പോഴും ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ് പതിവ്. അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും കട്ട് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ ചോറ് എടുത്ത് വെക്കാം, കറി എടുത്ത് വെക്കാം. അങ്ങനെ എന്നിട്ട് നമ്മൾ മൈക്രോവേവിൽ ചൂടാക്കിയാണ് കഴിക്കാറുള്ളത്. അപ്പം ഇതുപോലത്തെ കുറച്ച് പെട്ടി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെയൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ആവശ്യമുള്ള സാധനങ്ങളെ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം ഇതുപോലത്തെ എന്തെങ്കിലും പെട്ടി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പം 1 പൗണ്ടേ ഉള്ളൂ. ഇവിടുത്തെ മോറിസണിൽ നിന്ന് ഞാൻ മേടിച്ചായിരുന്നു. 1 പൗണ്ടാണ് 2 പൗണ്ടാണോ? 1 2 പൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ മോറിസണിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കളയണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരാം. നാട്ടിൽ എനിക്ക് തോന്നുന്നത് നാട്ടിൽ ഇവിടുത്തെയൊക്കെ കണക്കാണ്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമാർക്കിൽ പോയിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് മേടിക്കാണ്ട് ചില്ലിൻ്റെ കിട്ടും. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം ഫുഡ് കൊണ്ടുപോകുമ്പം ചില്ലിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ചില്ലിൻ്റെ പാത്രമാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതത്ര ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല കേട്ടോ. ഗൈസ്, എൻ്റെ ചായ തിളച്ചു. കമോൺ ഗൈസ്, അങ്ങനെ നമ്മുടെ ചായ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. തുണി അവിടെ അലക്കിയിട്ടിട്ടുണ്ടോ നോക്കിയതാണ്. നമുക്കിനി തുണി അലക്കാനായിട്ടുള്ളത് കൊണ്ടിടാം. ഇതാണ് ഗൈസ് എൻ്റെ റൂം. ഇന്നത്തെ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 11:45 അപ്പോൾ ഒരു 12 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ലിഡിൽ പോകാം. അപ്പം 12 മണിക്ക് മുമ്പ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ടുള്ള എല്ലാം വാഷിംഗ് മെഷീനിൽ കൊണ്ടിടണം. അതേ ഉള്ളൂ. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ലിഡിൽ പോകാനായിട്ടുള്ള പരിപാടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന് എനിക്ക് വേറെ ഇറങ്ങും. ഇന്നെങ്കിലും സാധനം പോയി മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പട്ടിണിയാകും. തൈര് മേടിക്കണം, തൈര്. അപ്പോൾ ഗായ്സ്, നമുക്ക് ലിഡിൽ പോകാം. അപ്പോൾ ലിഡിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്കൊന്ന് താഴെ കൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ആക്കിയിട്ട് വരാം. എന്നിട്ട് വേണം നമുക്ക് പോകാൻ. 12 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ കുഴപ്പം. 12 മണിക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2:30 3 ഇതുവരെയായിട്ട് ഞാൻ രാവിലത്തെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സമയം കിട്ടപ്പോഴേക്കേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരെയും ആ ഒരു ടൈം കൊണ്ട് വിളിച്ച് തീർക്കും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ലിഡിലിൽ പോയി സാധനം മേടിച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് വല്ലതും ഉണ്ടാക്കി കഴിക്കാനും. അതാണ് ഏറ്റവും വലിയൊരു ഇത്. പിന്നെ അവിടം വരെ നടക്കണം, പോയി സാധനങ്ങൾ മേടിക്കണം. എനിക്കറിയത്തില്ല, എല്ലാം നമ്മൾ ചെയ്യണം ഗൈസ്. യെസ്, വി ക്യാൻ ഡു ഇറ്റ്. സെൽഫ് മോട്ടിവേഷൻ, അതല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഞാനിപ്പം സൺസ്ക്രീൻ ഇട്ടു. പിന്നെ ഇനിയിപ്പം ലിപ് ബാം ഇടാതെ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം ചുണ്ടൊക്കെ പിന്നെ പൊട്ടിയൊരു പരുവാകും. അതുകൊണ്ട് ലിപ് ബാം നമ്മൾ ഇടുന്നു. പിന്നെ നമുക്കിനി ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ട് വരാം. ഗൈസ്, 12 മണിക്ക് നമ്മൾ ലിഡിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. ഇതുവരെയായിട്ട് ഞാൻ എന്താ പറയുക, ഫോണൊക്കെ ചെയ്ത് വീട്ടിലോട്ടൊക്കെ വിളിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു. ഞാൻ മറ്റേ ലിഡിൽ പോകുന്ന കാര്യമേ മറന്നുപോയി. പിന്നെ രാവിലത്തേക്ക് ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കി പോലുമില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഇനി തിരിച്ച് വന്നിട്ട് വേണം കഴിക്കാനായിട്ട്.
ഒന്നാമത് ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത്. ഇപ്പം എന്താണേലും ലിഡിലിൽ ചെന്നിട്ട് ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, ആ കാണുന്നതാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്ന ലിഡിൽ. നമുക്ക് അകത്ത് കയറാൻ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ദേ സാധനങ്ങളെല്ലാം മേടിച്ചു. കുറച്ച് അധികം മേടിച്ചോ എന്ന് എനിക്കൊരു സംശയം. ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ മേടിച്ച് കുറച്ച് കാശ് കളഞ്ഞതുപോലെ എനിക്കൊരു ഫീല്. എന്താണേലും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ എന്താണേലും ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ലിഡിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ കംഫർട്ട്, പിന്നെ ഇത് നമ്മുടെ പാല്, പിന്നെ ഇത് ടോർട്ടില റാപ്സ് എന്ന് പറയും. നമ്മുടെ ഈ റാപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം മേടിച്ചു. ഇതൊരെണ്ണം 6 എണ്ണവും ഇതൊരെണ്ണം 8 എണ്ണമാണ്. അപ്പോൾ ഇതിലേതാ നല്ലത് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം നല്ലത് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് മേടിച്ചു. പിന്നെ ഗൈസ്, ചിക്കൻ ഡ്രം സ്റ്റിക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര 1.69 പൗണ്ടേ ഉള്ളൂ. അപ്പം ഇത് മേടിച്ചതിന് എത്രയാണെന്ന് വെച്ചാൽ ഇത് കറിയും വെക്കണം, പിന്നെ ഫ്രൈയും ചെയ്യാന്നുള്ള രീതിക്കാണ് ഇത് മേടിച്ചത്. പിന്നെ ഗൈസ്, ഇത് സാലഡ് ക്രീം. ഈ സാധനം ഞാൻ മേടിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ ഷവർമ മറ്റേ ഇവിടുന്ന് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സാലഡിൻ്റെ അകത്ത് ഇടുന്ന സാധനങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച ഇടയ്ക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സാലഡ് ക്രീം മേടിച്ചത്. ഇത് ചില്ലി ചാർജർ മയോ, ഇതൊരു മയണൈസാണ്. അപ്പം നമ്മൾ റാപ്പ് അല്ലെങ്കിൽ റോളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സാധനം ആവശ്യപ്പെടും. ഇത് റേറ്റ് കുറവായതൊന്നും മേടിച്ചാണ്. പിന്നെ ഇപ്രാവശ്യം ഞാൻ കൂടുതലായിട്ടും ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളാണ് മേടിച്ചത്. ഓറഞ്ച്, പിന്നെ നമ്മുടെ മെയിൻ തൈര്. പിന്നെ ഇത് വൈറ്റമിൻ ഡി ടാബ്ലറ്റാണ്. ഇത് വൈറ്റമിൻ സിയുടെ ഒരു സംഭവമാണ്. ഇത് ഞാൻ ഇപ്പോൾ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാവരും പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ നേരത്തെ ഒന്ന് മേടിച്ച് വെച്ചെന്നേ ഉള്ളൂ. കഴിച്ച് തുടങ്ങുമെന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒന്നും വരില്ല, നമുക്ക് തണുപ്പ് കാലം ആകുമ്പോഴേ അത് വരുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ ഒരു നിഗമനങ്ങൾ. ഞാൻ അറിഞ്ഞ അറിവുകൾ അത്രയൊക്കെയാണ്. പിന്നെ ലിഡിലിൽ പോയപ്പോഴത്തേക്ക് ഞാൻ മോറിസണിലെ കവർ ഇട്ടാണ് കേട്ടോ പോയത്. ഇത് ലിഡിലിൻ്റെ കവർ തന്നെയാണ്, ഇത് മോറിസണിലെ കവറാണ്. അവിടെ വന്ന് കുറച്ച് പേരൊക്കെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഞാൻ മോറിസണിലെ കവറും പിടിച്ചിട്ടിങ്ങനെ നടക്കുന്നത് പറ്റി. ഇത് ചിക്കൻ ഗൗജൻസ് അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനമാണ്. ഇത് ഞാനിപ്പോൾ മേടിച്ചതിന് എത്രയാണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഈ സാലഡും ഇതെല്ലാം വെച്ചിട്ടൊരു റാപ്പ് ഉണ്ടാക്കാണ്. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം മേടിച്ചത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. എണ്ണയ്ക്കകത്തിട്ട് വറുത്താണോ അതോ ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലയെന്ന് എനിക്കറിയാം. ഇത് സ്ട്രോബെറി, ഇത് ബ്ലൂബെറിയാണ്. ഞാൻ ഇന്നേ വരെ ഈ സംഭവം കഴിച്ചിട്ടില്ല. അപ്പം ഭയങ്കര ആഗ്രഹിച്ചിട്ട് മേടിച്ച സാധനമാണ് ഈ ബ്ലൂബെറിയും ഈ സ്ട്രോബെറിയും. ഇതിന് രണ്ടിനും വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ചില ആഗ്രഹങ്ങൾ തീർക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കാണുമല്ലോ. അങ്ങനത്തെ ആ ഒരു ഇതിൽ ആ ഒരു ത്വരയ്ക്ക് ഞാൻ മേടിച്ചതാണ് ഇത് രണ്ടും. എന്താണേലും ഇതിപ്പോൾ തന്നെ കഴിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ട്രോബെറി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം റിയാക്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല മധുരമുണ്ട് ഗൈസ്, പിന്നെ ഒരു ചെറിയൊരു പുളിയുണ്ട്. എന്താണേലും കൊള്ളാം. ആദ്യമായിട്ട് സ്ട്രോബെറി വെച്ച് കൊള്ളാം. കൊള്ളാം.
പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് മേടിച്ചത് ഒരു മയണൈസാണ്. ഇതും വല്ല റോളോ വാപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ ഉൾപ്പെടുത്തുന്നുള്ളൂ. നാളത്തെ വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അല്ല, നോക്കട്ടെ. ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഭയങ്കര വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തൂല, നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം.